IS റിക്രൂട്ട്മെന്റ് കേസിൽ തമിഴ്നാട് സ്വദേശികൾക്ക് 8 വർഷം കഠിന തടവ്. മുഹമ്മദ് അസ്റുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരെയാണ് കൊച്ചി NIA കോടതി ശിക്ഷിച്ചത്. ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു. ഇരുവരും ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ISന്റെ ക്രൂരകൃത്യങ്ങൾ പറയുന്ന വീഡിയോകൾ, തീവ്ര നിലപാടുള്ള നേതാക്കളുടെ വീഡിയോകൾ തുടങ്ങിയവ യുവാക്കളിലേക്ക് എത്തിക്കുക, ISന്റെ ആശയപ്രചരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ NIAക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 2 പ്രതികൾക്കും 8 വർഷം കഠിന തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. എന്തായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ? ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡാനി. ടോം, NIA കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് എതിരെ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റങ്ങൾ അത് തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. 40ഓളം സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിസ്തരിക്കുകയും അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കോടതി നടപടികൾ പോവുകയും ചെയ്തിരുന്നു. പ്രധാനമായും തന്നെയും ഇവർക്ക് എതിരെ ചുമത്തിയിരുന്ന കുറ്റകൃത്യങ്ങൾ UAPA വകുപ്പ് പ്രകാരം 38, 39 വകുപ്പുകൾ പ്രകാരം തീവ്രവാദ സംഘടനകളിലെ അംഗമാകൽ, അതിൻ്റെ ആശയപ്രചാരണം, അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം 120B കുറ്റകരമായ ഗൂഢാലോചന എന്നീ വകുപ്പും ചുമത്തിയിരുന്നു. ഇതെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നു എന്നതാണ്. കാരണം ഇവർക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഇവർ കഴിഞ്ഞ നാളുകളായിട്ട്, പ്രത്യേകിച്ച് മുഹമ്മദ് അസ്റുദ്ദീൻ 2013 മുതൽ തന്നെ ഈ IS റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പല രീതിയിലുള്ള മൊഴികളും അതിനെ അടിസ്ഥാനമാക്കി ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മുഹമ്മദ് അസ്റുദ്ദീനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെന്നൈയിൽ നടന്ന ചെന്നൈ കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിൽ ചാവേറായി മാറിയ ജമീഷ മുബീൻ ഇവിടെ സന്ദർശനം നടത്തിയതായിട്ടുമെല്ലാം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അന്ന് റിമാൻഡ് തടവുകാരനായിരുന്നു. റിമാൻഡിലായിരുന്ന മുഹമ്മദ് അസ്റുദ്ദീനെ കാണുന്നതിന് വേണ്ടിയായിരുന്നു ജയിലിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരായിട്ടുള്ളൊരു സുശക്തമായൊരു ബന്ധം ഇവർക്ക് ഈ നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 8 വർഷത്തെ കഠിന തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവർ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഒപ്പം സിറിയയിലേക്കായിരുന്നു ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തി യുവാക്കളെ ഇവിടേക്ക് അയക്കുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ രീതിയിൽ ഇവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്ക് പലരുമായിട്ട് തന്നെ ഈ രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് അസ്റുദ്ദീൻ കേരളത്തിലേക്ക് എത്തുന്നത് ചികിത്സാർത്ഥം എന്ന പേരിലാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഇത് സംബന്ധിച്ച എന്നെ അന്വേഷിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി ഇയാൾക്ക് എന്തായിരുന്നു ഇവിടെയുള്ള കാര്യങ്ങൾ എന്നതെല്ലാം തന്നെ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ശ്രീലങ്കൻ ബ്ലാസ്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെയുള്ള ഈ കണ്ണികളെക്കുറിച്ച് ഒരു പോലീസിനും വിവരം ലഭിക്കുകയും NIA അടക്കം വിവരം ലഭിക്കുകയും പിന്നീട് അന്വേഷണത്തിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്ത് 2019 NIA കേസ് ഏറ്റെടുക്കുകയും പിന്നീട് ഇവർ പിടിയിലാകുകയും എല്ലാം ചെയ്യുന്നത്. ഏതായാലും വളരെ ശക്തമായ രീതിയിൽ കണ്ണികളോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘത്തെ തന്നെയാണ്, ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്നവരെ തന്നെയാണ് NIAക്ക് അന്വേഷണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. ഒരു പരിധിവരെയെങ്കിലും അതിൻ്റെ കണ്ണികൾ മുറിക്കാനും NIAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്കിടയിൽ പ്രവർത്തിച്ചിരുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ ഇപ്പോൾ കോടതിയിലേക്ക് എത്തുകയും കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇതുമായി തീർച്ചയായും, കാരണം ഡാനി സൂചിപ്പിച്ചതുപോലെ 2019 NIA ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയത്. നിരോധിത സംഘടനയായ ISലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സമൂഹ മാധ്യമങ്ങളിൽ ആശയപ്രചരണം നടത്തുക, സിറിയയിലേക്ക് ആളുകളെ കടത്തുക, യുവാക്കളെ കടത്തുക, അങ്ങനെ ഒരു ഗൂഢാലോചന അടക്കമുള്ള തെളിവുകളാണ് ഈ പ്രതികൾക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഡാനി, ഈ തമിഴ്നാട് സ്വദേശികൾ മാത്രമായിരുന്നു ഈ കേസിലെ പ്രതികളായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇവർക്ക് ഈ തീവ്രവാദ സംഘടനകളുമായി ഇവരുടെ ബന്ധം എങ്ങനെയാണ് തെളിയിക്കാൻ കഴിഞ്ഞത്? ഇവർ എത്ര നാളുകളായി ഈ രീതിയിൽ ഈ ISലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം, രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്? ടോം, 2013 മുതൽ മുഹമ്മദ് അസ്റുദ്ദീൻ ഇവിടെ കേന്ദ്രീകരിച്ച് രാജ്യത്തെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. മുഹമ്മദ് അസ്റുദ്ദീൻ തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കണ്ണി എന്ന NIA കരുതുന്നത്.
ഇയാളെ കാണുന്നതിനും സംസാരിക്കുന്നതിനും വേണ്ടി തന്നെയാണ് ഇവിടെ കോയമ്പത്തൂർ സ്ഫോടനത്തിൽ ചാവേറായിരുന്ന മുബീഷ ജമീൽ ഇവിടെ എത്തുകയും ജയിലിൽ സന്ദർശനം നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇവരുമായിട്ട് ദീർഘനേരം സംഭാഷണം നടത്തിയെന്നതെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശൃംഖല നാളുകളായിട്ട് ഇവിടെ പ്രവർത്തിക്കും. 2013 തുടങ്ങി ഇയാളുടെ ഒരു പ്രവർത്തനം ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേരെ ഇവർ ഈ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുകയും ചെയ്തു. ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർ പല ഇടപെടലും നടത്തിയിട്ടുണ്ട്. പലരെയും കാണുകയും പലയിടങ്ങളിൽ രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഈ രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിയായ കാര്യങ്ങളിലുമെല്ലാം ഈ കൂടിച്ചേരലുകൾ നടന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും NIAക്ക് ലഭിച്ചു. ഇങ്ങനെയാണ് 40ഓളം സാക്ഷികളെ വിസ്തരിക്കുന്നത്. 40ഓളം സാക്ഷികൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവരാണ്. അവർക്ക് പലയിടങ്ങളിലായിട്ട് ഇവരെ ഈ യോഗം ചേരുന്നതിനടക്കം സജ്ജീകരണങ്ങൾ പല പേരുകളിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവരവിടെ ഈ മുറികളെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ തെളിവുകൾ ഏകോപിപ്പിക്കാനെല്ലാം തന്നെ NIAക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഇവരെ ഈ പിടികൂടുമ്പോൾ അവർ ആ ഭാഗങ്ങളിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്, അവിടെ ആരെല്ലാമായിട്ട് പ്രവർത്തിച്ചിരുന്നതെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പലയിടത്തും തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലയിടത്തും ഇവർ താമസമാക്കിയത്. ഈ 40ഓളം പേരെ വിസ്തരിച്ചു പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളും NIAക്ക് ലഭിക്കുകയും ചെയ്തു. കൂടുതൽ പേരിലേക്ക് ആ ഘട്ടത്തിൽ അന്വേഷണം ചെല്ലുകയും ചെയ്തിരുന്നതാണ്. ഏതായാലും ഈ കേസിൽ ഇവർ 2 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഈ 2 പേർക്കുള്ള ശിക്ഷയാണ് ഇന്നിപ്പോൾ കൊച്ചി NIA കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ നിലവിൽ മറ്റു കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം തന്നെ ഈ IS റിക്രൂട്ട്മെൻറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും സമാന്തരമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ശിക്ഷയാണ് ഇന്ന് NIA കോടതി വിധിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി അന്വേഷണ സംഘം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.